ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭവി ഭാവുകാ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയാമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 17-ാമത്തെ അധ്യായം. പൃഥുമഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു. അവസാനത്തെ 3 ശ്ലോകങ്ങൾ 34 മുതൽ 36 വരെ. 18-ാമത്തെ അധ്യായം പൃഥുമഹാരാജാവ് ഭൂമിയെ കറക്കുന്നു. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ വായിക്കാം. സവൈ ഭവാനാത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തകരണാത്മകം വിഭോ സംസ്ഥാപയിഷ്യന്നജമാം രസാധല അഭ്യുജ്ജഹാരാംഭസ ആദിസൂകരാം. അപാമുപസ്ഥേ മൈനാവിവസ്ഥിതാ പ്രജാഭവാനദ്യരിരക്ഷിഷു കില സവീരമൂർത്തി സമബുദ്ധരാധരോ യോ മാം പയസ്യുഗ്രശരോ ജിഗാംസസി. നൂനം ജനൈരീഹിതമീശ്വരാണാം അസ്മദ്വിധേയദ്ഗുണസർഗമായയാ ന ജ്ഞായതേ മോഹിതചിത്തവർമ്മഭിः തേഭ്യോ നമോ വീര യശസ്കരേഭ്യഃ. 18-ാമത്തെ അധ്യായം. മൈത്രേയ ഉവാച ഇത്തം പ്രതോമഭിഷ്ടൂയ രുഷാ പ്രസ്ഫുരിതാധരം പുനരാഹാവനിർഭീത സംസ്ഥഭ്യാത്മാനമാത്മനാ. സംനിയച്ഛാഭിഭോ മന്യം നിബോധാ സുവിദം ച മേ സർവദസാരമാദത്തേ യഥാ മധുകരോ ബുധഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 17. പൃഥുമഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു. ശ്ലോകം 34. സവൈ ഭവാനാത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തകരണാത്മകം വിഭോ സംസ്ഥാപയിഷ്യന്ന ജമാം രസാധല അഭ്യുജ്ജഹാരാംബസ ആദിസൂഖരാ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് ജന്മമില്ലാത്തവനാണ്. ഒരിക്കൽ അങ്ങ് യഥാർത്ഥ വരാഹമായി വന്ന് എന്നെ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങയുടെ ശക്തിയാൽ ഭൗതിക ഘടകങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും സൃഷ്ടിച്ചു. ശ്ലോകം 35. അഭാമുപസ്ഥേ മൈനാവ്യവസ്ഥിത പ്രജാഭവാനാദ്യതിരക്ഷിഷൂഖില സവീരമൂർത്തി സമബുദ്ധരാധരോ യോ മാം ഭയസ്യുഗ്രശരോ ജിഗാംസസേ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ഈ രീതിയിൽ ഒരിക്കൽ എന്നെ സമുദ്രത്തിൽ നിന്ന് രക്ഷിച്ചതിനാൽ അങ്ങ് ധരാധരൻ എന്ന പേരിൽ പ്രശസ്തനായി. എന്നിട്ടും ഇപ്പോൾ വീരനായകന്റെ രൂപത്തിൽ അവിടുന്ന് എന്നെ കൂരമ്പുകളാൽ വധിക്കാൻ തുനിയുന്നു. എങ്ങനെ തന്നെ ആയാലും എല്ലാത്തിനെയും മുങ്ങിത്താഴാതെ കാത്തു സൂക്ഷിച്ച് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു തോണി കണക്കാണ് ഞാൻ. ശ്ലോകം 36. നൂനം ജനൈരീഹിതമീശ്വരാണാം അസ്മദ്വിധൈസ്തദ്ഗുണസർഗമായയാ ന ജ്ഞായതേ മോഹിതചിത്തവത്മഭി
തേഭ്യോ നമോ വീര യശസ്കരേഭ്യഃ. വിവർത്തനം: എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ഞാനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ക്രമപ്പെടുത്തപ്പെട്ട അങ്ങയുടെ തന്നെ ഒരു സൃഷ്ടിയാണ്. അതിനാൽ അങ്ങയുടെ പ്രവൃത്തികളിൽ ഞാൻ സംഭ്രമിച്ചു പോയി. അങ്ങയുടെ ഭക്തന്മാരുടെ പ്രവർത്തനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ അവിടുത്തെ ലീലകളെ പറ്റി എന്തു പറയാൻ? അവയെല്ലാം ഞങ്ങൾക്ക് വൈരുദ്ധ്യങ്ങളും അത്ഭുതങ്ങളുമായി തോന്നിപ്പോകുന്നു. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 17-ാം അധ്യായം. പൃഥു മഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു എന്ന് ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു. അധ്യായം 18. പൃഥു മഹാരാജാവ് ഭൂമിയെ കറക്കുന്നു. മൈത്രേയ ഉവാച: യുദ്ധം പ്രതിമപുഷ്ടൂയ രുഷാ പ്രസ്ഫുരിധാതരം പുനരാഹവ നിർഭേദ സംസ്തഭ്യാത്മാനമാത്മന. വിവർത്തനം: മഹാമുനി മൈത്രേയൻ വിതുരനെ അഭിസംബോധന ചെയ്യുന്നത് തുടർന്നു. എന്റെ പ്രിയപ്പെട്ട വിതുര, ഭൂമി അവളുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചിട്ടും പൃഥു മഹാരാജാവ് സാന്ത്വനപ്പെട്ടില്ല. അവന്റെ ചുണ്ടുകൾ കോപത്താൽ വിറച്ചുകൊണ്ടിരുന്നു. ഭൂമി ഗ്രഹം നന്നെ ഭയപ്പെട്ടിരുന്നെങ്കിലും മനസ്സ് സമനിലയിലാക്കി രാജാവിനെ ബോധ്യപ്പെടുത്തുന്നതിന് താഴെ കൊടുത്തിട്ടുള്ളതുപോലെ സംസാരിക്കാൻ ആരംഭിച്ചു. ശ്ലോകം 2. സന്നിയച്ഛാഭിഭോ മന്യും നിബോധാസ്വവിധം ചമേ സർവദസാരമാദത്തെ യഥാ മധുകരോ ബുധാഃ. വിവർത്തനം: എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ദയവായി കോപം പൂർണ്ണമായി അടക്കി ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണേ. സദയം അങ്ങയുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിയണേ. ഞാൻ വളരെ പാവമായിരിക്കാം, പക്ഷെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ അറിവിന്റെ സത്ത എല്ലായിടത്തു നിന്നും സ്വീകരിക്കും. ഒരു തേനീച്ച എല്ലാ പുഷ്പങ്ങളിൽ നിന്നും തേൻ ശേഖരിക്കുന്നത് പോലെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭൂമിദേവി പൃഥു മഹാരാജാവിനെ വളരെ കോപത്തോടുകൂടി, പൃഥു മഹാരാജാവ് വളരെയധികം കോപത്തിൽ നിൽക്കുന്നത് കണ്ട ഭൂമിദേവി, പൃഥു മഹാരാജാവ് ഭഗവാന്റെ അംശം തന്നെയാണ്, ഭഗവാന്റെ അവതാരമാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ചും ഭഗവാൻ ഈ സൃഷ്ടിയാൽ മോഹിക്കപ്പെടുന്നില്ലെന്നും ത്രിഗുണങ്ങളാൽ എല്ലാവിധ ജീവാത്മാക്കളും മോഹിക്കപ്പെടുന്നുണ്ടെന്നും ഭഗവാൻ മാത്രമാണ് എല്ലാവരുടെയും സംരക്ഷകനെന്ന് ഭൂമിദേവി പറഞ്ഞു. അങ്ങനെയുള്ള സംരക്ഷകനായിട്ടുള്ള ഭഗവാൻ തന്നെയും സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യമൊക്കെ ഭൂമിദേവി പൃഥു മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിദേവി പറയുന്നത്, അങ്ങയുടെ പ്രവൃത്തികൾ വളരെ വൈരുദ്ധ്യം നിറഞ്ഞതാണ്, അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണ്? അങ്ങ് തന്നെയാണ് ഇതിന്റെ മുൻകാലത്തിൽ ഞാൻ സമുദ്രത്തിൽ മുങ്ങിപ്പോയ സമയത്ത്, ഗർഭോദക സമുദ്രത്തിൽ ഭൂമണ്ഡലം ഒരു സമയത്ത് മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ മുങ്ങിപ്പോയ സമയത്ത് അങ്ങ് തന്നെയാണ് എന്നെ രക്ഷിച്ചത്. സൂകര രൂപത്തിൽ വന്നു, അതിസൂകരനായിട്ട് വന്നു അങ്ങ് തന്നെയാണ് എന്നെ രക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങ് എന്നെ സംരക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ് മുൻകാലത്ത്. അതേ അങ്ങ് തന്നെ ഇപ്പോൾ എന്നെ ശിക്ഷിക്കുന്നതിനായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ പ്രവർത്തനങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അത് വളരെ വൈരുദ്ധ്യം നിറഞ്ഞതാണ് എന്ന് ഭൂമിദേവി പറയുന്നത്. ഭൂമിദേവിയുടെ അവസ്ഥയെക്കുറിച്ചും ഇവിടെ 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപാമവസ്ഥേ മൈനാവ്യവസ്ഥിത. ഈ ഭൂമണ്ഡലം മുഴുവൻ ജലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ ഭൂമിദേവി എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഭൂമിയുടെ മാത്രം ദേവിയല്ല ഇവിടെ ഭൂമിദേവി എന്ന് പറയുന്നത്. ഭൂദേവിയാണ്, ഭൂമണ്ഡലത്തിന്റെ മുഴുവൻ ദേവതയാണ് ഭൂമിദേവി എന്ന് പറയുന്നത്. ആ ഭൂമണ്ഡലത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇരിക്കുന്ന ഭൂമി, അല്ലെങ്കിൽ ഭാരതഖണ്ഡം എന്ന് പറയുന്ന ഈ ഒരു ഭൂമി. അത് വളരെ ചെറിയൊരു ഭാഗമാണ്. അപ്പം പണ്ട് കാലത്ത് ജലത്തിൽ മുങ്ങിപ്പോയത് നമ്മളിരിക്കുന്ന ഈ ഭൂമി മാത്രമല്ല, മുഴുവൻ ലോകങ്ങളുമുള്ള 7 അധോലോക മണ്ഡലങ്ങളുമുള്ള മുഴുവൻ ഭൂമണ്ഡലവും ഗർഭോദക സമുദ്രത്തിൽ താണുപോയിട്ടുണ്ടായിരുന്നു, മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഭൂമണ്ഡലം മുഴുവൻ സമുദ്രത്തിൽ മുങ്ങിപ്പോയ സമയത്ത് വരാഹമൂർത്തിയുടെ രൂപത്തിൽ വന്ന് അങ്ങ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അതേ സമുദ്രത്തിന്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭൂമണ്ഡലം ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നത് എന്നിവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപാമുപസ്ഥേ മൈനാവ്യവസ്ഥിത. ഭൂമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഗർഭോദക സമുദ്രത്തിന്റെ മുകളിലാണ്. ഏതുപോലെ? നാവ്യവസ്ഥിത, ഒരു തോണി പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് മുഴുവൻ ഭൂമണ്ഡലവും എന്നാണ് പറയുന്നത്. ഒരു താമരയില വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഭൂമണ്ഡലം ഗർഭോദക സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഭാഗവതത്തിൽ അടുത്ത സ്കന്ധത്തിൽ, 5-ാമത്തെ സ്കന്ധത്തിൽ ഭൂമണ്ഡലത്തിന്റെ വർണ്ണനയുണ്ട്. ആ സമയത്ത് നമുക്ക് ഭൂമണ്ഡലത്തെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു തോണിയെ പോലെ ഭൂമണ്ഡലം ഒരു തോണിയെ പോലെ സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയുള്ള എന്നെയാണ്, എല്ലാവരെയും താങ്ങി നിർത്തുന്ന, ജലത്തിന് മുകളിൽ താങ്ങി നിർത്തുന്ന എന്നെയാണ് അന്നിപ്പോൾ ശിക്ഷിക്കാൻ വന്നിരിക്കുന്നത്. എല്ലാവരെയും താന്നു പോകാതെ സംരക്ഷിക്കുന്നത് ഞാനാണ് എന്ന് ഭൂമിദേവി വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അങ്ങയുടെ പ്രവൃത്തി എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കാരണം ഞാനും ത്രിഗുണങ്ങളാൽ മോഹിതയാണ്. അങ്ങ് മാത്രമാണ് ത്രിഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ളത്. ഞാനും ഇവിടെ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവാത്മാവാണ്, ത്രിഗുണങ്ങളാൽ മോഹിതയാണ്. അതുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തികളെ, അങ്ങയുടെ ഭക്തന്മാരുടെ പ്രവൃത്തികൾ പോലും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഭഗവാന്റെ പ്രവൃത്തിയും ഭഗവാന്റെ ഭക്തന്മാരുടെ പ്രവൃത്തിയും ഭൗതികമായിട്ടുള്ള പ്രവൃത്തികളല്ല, ആത്മീയമായിട്ടുള്ള പ്രവൃത്തികളാണ്. അത് ഭൗതികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയാം. അത് ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹ്യമിന്ദ്രിയ. നമ്മുടെ ഭൗതികമായിട്ടുള്ള ചിന്തകൾ കൊണ്ടോ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഭഗവാനെ കുറിച്ചോ ഭഗവാന്റെ പ്രവൃത്തികളെ കുറിച്ചോ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, അതിനെ വിലയിരുത്താൻ നമ്മൾക്ക് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ജന്മകർമ്മചമയ ദിവ്യം, ഭഗവാന്റെ ലീലകൾ, കർമ്മങ്ങൾ ദിവ്യമാണ് എന്ന് പറയും. അപ്പോൾ എനിക്കൊന്നും യഥാർത്ഥത്തിൽ അങ്ങയുടെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങ് പണ്ടുകാലത്ത് വന്ന് എന്നെ സംരക്ഷിച്ചു. സമുദ്രത്തിൽ മുങ്ങിപ്പോയ സമയത്ത് എന്നെ വരാഹരൂപത്തിൽ വന്ന് സംരക്ഷിച്ചു. ഇപ്പോൾ അങ്ങ് ശരവുമായിട്ട് എന്നെ ശിക്ഷിക്കാൻ വന്നിരിക്കുന്നു, എന്നെ വധിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇത് സംഭ്രമം ഉണ്ടാക്കുന്നതാണ്, അങ്ങയുടെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് എന്ന് ഭൂമിദേവി പറയുന്നു. അങ്ങനെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇതിന്റെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട്, ഭഗവാന്റെ പ്രവൃത്തികൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭഗവാന് എല്ലാ പ്രവൃത്തിയുടെയും പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. കാരണം ഭഗവാന് മുൻകാലത്ത് നടന്ന കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും അറിയാം. അതുകൊണ്ട് ഭഗവാന് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. ഭഗവാന്റെ എല്ലാ പ്രവർത്തനത്തിനും ഒരു കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഭഗവാനെ അനുസരിക്കുന്നതാണ് നമ്മൾക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്താണോ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് അതനുസരിക്കുന്നതാണ് നമ്മൾക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട് ശിലപ്രഭാകര ഭാവാർത്ഥത്തിൽ. നമുക്ക് അടുത്ത അധ്യായം നോക്കാം. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 17-ാം അധ്യായം. പൃഥുമഹാരാജാവ് ഭൂമിയോട് കോപിക്കുന്നു എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം പ്രകാരം സമാപിക്കും. 18-ാമത്തെ അധ്യായം. പൃഥുമഹാരാജാവ് ഭൂമിയെ കറക്കുന്നു. ഈ അധ്യായത്തിൽ വീണ്ടും ഭൂമിദേവി പൃഥുമഹാരാജാവിനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഭൂമിദേവി ഇത്ര സ്തുതിച്ചിട്ടും പൃഥുമഹാരാജാവിന്റെ കോപം അടങ്ങിയില്ല. കാരണം പൃഥുമഹാരാജാവിന്റെ പ്രശ്നം എന്താണ്? രാജ്യത്തെ ജനങ്ങളൊക്കെ ഭക്ഷണം കിട്ടാതെ, അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഭൂമിയിൽ നിന്ന് കിട്ടാതെ അവർ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയാണ്. അതാണ് പൃഥുമഹാരാജാവിനെ കോപിഷ്ഠനാക്കിയത്. അപ്പോൾ അതിന് പരിഹാരം ഇതുവരെ ഭൂമിദേവി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അത് ഭൂമിദേവിക്ക് മനസ്സിലായി. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭൂമിദേവി ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് പറയുകയാണ്.
അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭൂമിദേവി അതിനെക്കുറിച്ച് പറയാൻ ആരംഭിക്കുന്നുണ്ട്. അങ്ങയുടെ കോപം അടക്കി ദയവായി ഞാൻ പറയുന്നത് ശ്രവിക്കണം. ഞാൻ ചിലപ്പോൾ അത്ര ബുദ്ധിയുള്ള ആളായിരിക്കുകയില്ല, പക്ഷെ അറിവ് എവിടെ നിന്ന് വേണമെങ്കിലും സ്വീകരിക്കാം. അങ്ങനെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഭൂമിദേവി പറയുന്നത്. മധുകര, തേനീച്ച എല്ലാ പൂവിൽ നിന്നും തേൻ ശേഖരിക്കുന്നു. അതേപോലെ അറിവ് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാം. ചാണക്യ പണ്ഡിതൻ പറയുന്നുണ്ട്. രത്നം ഒരു വേസ്റ്റ് ബാസ്കറ്റിൽ കിടക്കുകയാണെങ്കിലും അതെടുക്കാം, അത് കഴുകി ശുദ്ധമാക്കിയാൽ മതി. അതേപോലെ അറിവ് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾക്കത് സ്വീകരിക്കാം. അതുപോലെ ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ അത്ര യോഗ്യത ഉള്ളവളല്ലെങ്കിലും അങ്ങ് ദയവായിട്ട് ഇത് ശ്രവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിദേവി ജനങ്ങൾക്ക് എങ്ങനെ ഇവിടെ സമൃദ്ധമായിട്ട് ജീവിക്കാം, ഭൂമിയിൽ എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം, അതിനുള്ള മാർഗം പൃഥു മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് ഇവിടെ ഭൂമിദേവി നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിർദ്ദേശമാണ് അടുത്ത ശ്ലോകത്തിൽ ഭൂമിദേവി പറയാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിന്ധു മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ